എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. അപ്പോൾ അതിൽ കോൺസെപ്ച്വലായിട്ടുള്ള ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാത്രമായിരിക്കും ഉണ്ടാവുക. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരിക്കും. ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലെ ഒരു എക്സാമിന് ഒരു ടോപ്പിക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണിത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വെയിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. മൻ കി ബാത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. മൻ കി ബാത്ത് എന്ന് പറയുന്നത് 95-ലധികം എപ്പിസോഡ് പിന്നിട്ട പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രോഗ്രാമാണ്. പ്രധാനമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന റേഡിയോ പ്രോഗ്രാമാണ് മൻ കി ബാത്ത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. 3, 2020 ആണ് ഈ റേഡിയോ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ ഒന്നുകൂടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. മൻ കി ബാത്ത് എന്ന് പറയുന്നത് 95-ലധികം എപ്പിസോഡ് പിന്നിട്ട പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രോഗ്രാമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. 2020 ഈ റേഡിയോ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തേതും മൂന്നാമത്തേതും തമ്മിൽ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നിൽ പറയുന്നത് 95-ലധികം എപ്പിസോഡ് പിന്നിട്ടു എന്ന് പറഞ്ഞു, രണ്ടാമത്തേൽ 2020 തുടങ്ങിയതാണെന്ന്. എല്ലാ ആഴ്ചയും എല്ലാ മാസമൊക്കെ ആണെങ്കിൽ ശരിയാണ്, അത്രയധികം വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏതാണ് ശരി? ആദ്യത്തേത് മൻ കി ബാത്ത് എന്ന് പറയുന്നത് 95-ലധികം എപ്പിസോഡ് പിന്നിട്ട പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രോഗ്രാമാണ്. ഇതിലെന്താ ചെയ്യുന്നത്? പ്രധാനമന്ത്രി നേഷനെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അപ്പോൾ റേഡിയോയിലൂടെ. അപ്പോൾ അത് ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൻ കി ബാത്ത് എന്ന് ഓർത്ത് വെക്കണേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഫോർമർ US പ്രസിഡന്റ് ബരാക് ഒബാമ വാസ് എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റഡ് ഓൺ 27 ജനുവരി 2015. 2027 ജനുവരിയിൽ അദ്ദേഹം ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബരാക് ഒബാമ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ 2015 അങ്ങനെ ഒരു എപ്പിസോഡ് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണ്. 3, 2020 റേഡിയോ പ്രോഗ്രാം തുടങ്ങിയത്. ആണോ? 2020 റേഡിയോ പ്രോഗ്രാം തുടങ്ങിയത്? 2020 എന്ന് പറയുന്നത് വളരെ അടുത്തായിപ്പോയി. 2014 2014 മൻ കി ബാത്ത്. നമ്മൾ ഒരുപാട് നാളായില്ലേ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് മൻ കി ബാത്ത്. ഇപ്പോൾ 3 ഒക്ടോബർ 2014 മൻ കി ബാത്ത് ആദ്യമായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയും മൂന്നാമത്തെ തെറ്റുമാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ബി, 1 and 2 ആണ് ഉത്തരം. ബി ആണ് ഉത്തരം, 1 and 2. അപ്പോൾ എപ്പോഴാണ് മൻ കി ബാത്ത് തുടങ്ങിയത്? 2014 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൻ കി ബാത്ത് എന്ന് പറയുന്നത് നേഷനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഏകദേശം 95-ലധികം എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ സെഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, ടേക്ക് കെയർ.